കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട കഥയെന്ന് പറയുന്നത് സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സമർപ്പിച്ച കിരീടം അത് ചെമ്പിൽ സ്വർണം പൂശിയതാണ് എന്നൊരു വലിയ ആക്ഷേപം തൃശ്ശൂരിൽ ഉയർന്നു വരികയാണ്. അവിടെ വിശ്വാസികൾ അത് ശാസ്ത്രീയമായി പരിശോധിക്കണം, അതിൻ്റെ തൂക്കമടക്കമുള്ള കാര്യങ്ങൾ, അതിലെ സ്വർണത്തിൻ്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കണം എന്ന് പരസ്യമായി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാതാവിനെയും പറ്റിച്ചോ എന്നൊരു ചോദ്യമാണ് അവിടെ വിശ്വാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ആ വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുകയാണ്. സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിൻ്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കാൻ തീരുമാനം. പള്ളി വികാരിയും ട്രസ്റ്റിമാരും ചേർന്ന സമിതിക്കാണ് പരിശോധനാ ചുമതല. ഞായറാഴ്ച ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിൽ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. തിയോഫിനാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. തിയോഫിൻ, എന്താണ് ചിലരുടെയൊക്കെ ചെമ്പ് തെളിയുകയാണോ? ഇപ്പോൾ ഇത് സ്വർണം പൂശിയതാണ്, ചെമ്പിൽ സ്വർണം പൂശിയതാണ്, അത് പരിശോധിച്ച് വ്യക്തത വരുത്തേണ്ടതൊന്നും നിലപാടിലേക്ക് വിശ്വാസികളും പള്ളി കമ്മിറ്റിയും പോകുന്ന സാഹചര്യം. മനു, വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു സംശയം ഉയരുകയും അതൊരു വലിയ ഒരു തർക്കത്തിനടുത്ത് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. നേരത്തെ നടന്ന ഒരു പാരിഷ് കൗൺസിൽ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ധാരണയിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. കാരണം അന്ന് ചില അംഗങ്ങൾ ഒരു തർക്കം ഉന്നയിച്ചിരുന്നു. അതായത് ജനങ്ങൾക്കിടയിൽ നേരത്തെ തന്നെ ചില പാരിഷ് കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ ചിലർക്കൊരു സംശയമുണ്ടായിരുന്നു. അതിനൊരു അടിസ്ഥാനമായ കാരണമുണ്ട്. 500 ഗ്രാമിലധികം ഭാരമുള്ളതാണ് ഈ കിരീടം. അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായും സ്വർണ്ണത്തിൽ തയ്യാറാക്കി സമർപ്പിച്ചതായിരിക്കുമോ, അതല്ല ഇനി സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ് സ്വർണം പൂശിയ കിരീടമാണോ എന്നൊരു തർക്കം പലർക്കിടയിലും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ യോഗത്തിൽ ചില പ്രതിനിധികൾ ഒരു വിഭാഗം തന്നെ അത് പറയുകയും ചെയ്തു. കാരണം ഇതൊരു ക്ലാരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട് ഇതിനകത്ത്, ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു പള്ളിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവാലയത്തെ സംബന്ധിച്ച് അവിടെ സംഭാവനയായി കിട്ടുന്ന ഭക്തർ നൽകുന്ന ഒരു സംഭാവന, അതിന്റെ മൂല്യം വിലയിരുത്തുക അല്ലെങ്കിൽ തൂക്കം നോക്കുക എന്നുള്ള ഒന്നും ചെയ്യേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ. കാരണം അതൊരു സ്വാഭാവിക നടപടിക്രമമാണ്. അതിനകത്ത് അത്തരത്തിലൊരു ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതില്ല. ഒരുപക്ഷെ കമ്മിറ്റിയോ അത് അല്ലെങ്കിൽ അങ്ങനെ ആരെയും അത് അതിന്റെ കൃത്യത ബോധ്യപ്പെടുത്തേണ്ടതില്ല. അല്ലെങ്കിൽ അത് അളന്നു നോക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായി ഒരുപക്ഷെ ഒരു സ്ഥാപനം, ഇത്തരത്തിലൊരു ദേവാലയങ്ങളും അങ്ങനെ കാണാറില്ല. മൂല്യം പരിശോധിക്കുക എന്ന് പറയുന്നത് വിലയിരുത്തി കിട്ടിയതിന് അത് രഹസ്യമായി സൂക്ഷിക്കലാണ് അതിന്റെ ഒരു പതിവ്. പക്ഷേ ഇവിടെ ഒരു തർക്കം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത് ശാസ്ത്രീയമായി തന്നെ പരിശോധിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. കാരണം ഒരു സംശയം ബാക്കി നിൽക്കുന്നു. കാരണം ഇത്തരത്തിലൊരു സംശയം പുറമേ നിന്ന് പലരും ഉന്നയിച്ചപ്പോൾ തന്നെ ട്രസ്റ്റ് അംഗങ്ങൾക്കും സംശയം വരികയാണ് ചെയ്തത്. മറ്റൊന്ന്, ഒരു വിഭാഗം ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. അവർ നിർബന്ധപൂർവ്വം പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ നിങ്ങൾ ഇത് പരിശോധിച്ച് ഇതിന്റെ മൂല്യം രേഖപ്പെടുത്തി ഇതിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി ഇത് രേഖാമൂലം എഴുതി വെച്ചില്ലെങ്കിൽ, കണക്ക് പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയില്ല എങ്കിൽ ഭാവിയിൽ ട്രസ്റ്റിമാർ മാറും, വികാരി മാറും, പുതിയ ഭരണസമിതി വരും. മറ്റൊരു ഭരണസമിതി ചുമതല ഏറ്റെടുത്ത ശേഷം ഇത് പരിശോധിച്ച് ഇതിനകത്ത് ഈ പറയുന്ന മൂല്യമില്ല അല്ലെങ്കിൽ ഇത്ര ഭാരം സ്വർണ്ണമില്ല എന്ന് കണ്ടെത്തിയാൽ ഇപ്പോൾ ഇരിക്കുന്ന ഭരണസമിതി ഇതിന് സമാധാനം പറയേണ്ടി വരും. ഭരണസമിതി തട്ടിച്ചു എന്നൊരു ആരോപണം ഉണ്ടാകാം. അതുകൊണ്ട് അത്തരത്തിലൊരു ആരോപണത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു പ്രതികൂട്ടിൽ നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി നിങ്ങളിത് പരിശോധിച്ച് രേഖപ്പെടുത്തണമെന്നായിരുന്നു കഴിഞ്ഞ യോഗത്തിലെ ആവശ്യം. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നലെ നടന്ന ഇടവക പ്രതിനിധി യോഗത്തിലും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത്. ഒരു വിഭാഗം പ്രതിനിധികൾ ഇന്നലെ വലിയ തർക്കവും വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം തത്വത്തിൽ നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയ ചർച്ചാ വിഷയത്തിലേക്ക് എത്രയും വേഗം പരിശോധന നടത്താനാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നത്തേക്കാണ് എന്നതിനെ കുറിച്ച് വല്ലതും പറഞ്ഞു കേൾക്കുന്നുണ്ടോ? കാരണം നമുക്കും സ്വാഭാവികമായിട്ട് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാകുമല്ലോ. അത്തരം കാര്യങ്ങളൊന്നും ഇടവക സമിതി പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ പള്ളിയുടെ അതായത് പള്ളി ഭരണസമിതിയുടെ ഒരു ആലോചന അല്ലെങ്കിൽ അവർ അനൗദ്യോഗികമായി അവർ കാത്തിരിക്കുന്നത് ഇതിൽ സുരേഷ് ഗോപി ദാനം നൽകിയ വ്യക്തി അല്ലെങ്കിൽ ഈ കിരീടം സമർപ്പിച്ച വ്യക്തി സുരേഷ് ഗോപിയാണ്. താൻ നൽകിയ സ്വർണ്ണ കിരീടമാണ് എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ, അതിനുള്ളൊരു സമയം കൂടി കൊടുക്കാം എന്നൊരു ധാരണ ഈ ഇടവക സമിതിക്കുണ്ട്. അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിക്ക് അത് വെളിപ്പെടുത്താൻ തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹം അത് വെളിപ്പെടുത്തട്ടെ. അല്ലാത്ത പക്ഷം എന്തായാലും ഇടവക വിശ്വാസികളുടെ സംശയം തീർക്കുന്നതിന് ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് എന്തായാലും ഇടവക പാരിഷ് കൗൺസിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇടവക വികാരിയും ട്രസ്റ്റിമാരും ഉൾപ്പെടുന്ന ഒരു സമിതിക്ക് ഇതിന്റെ ഒരു പരിശോധന ചുമതല നൽകിയിട്ടുണ്ട്. നിങ്ങളിത് പരിശോധിച്ച ശേഷം ഇടവക വികാരി ഇത് പാരിഷ് കൗൺസിൽ യോഗത്തിൽ അല്ലെങ്കിൽ ഇടവക സമിതിയെ, കേന്ദ്ര സമിതിയെയോ അല്ലെങ്കിൽ ഇടവക സമിതിയെയോ അറിയിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു. ആ ഒരു ആവശ്യം തത്വത്തിൽ ഇന്നലെ അംഗീകരിക്കുകയും ചെയ്തു. ഇത്രയുമാണ് ഇന്നലെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. മനു, ശരി തിയോഫിൻ, എന്തായാലും നമുക്ക് ഇത് കണ്ടു തന്നെ അറിയാം. കാരണം അതിലൊരു വലിയ ആകാംക്ഷ നമുക്കുമുണ്ട്. ഇത് സ്വർണം പൂശിയ കിരീടമാണോ അതോ യഥാർത്ഥ
സ്വർണ്ണ കിരീടമാണോ സുരേഷ് ഗോപി തൃശ്ശൂരിലെ ലൂർദ് മാതാവിന് സമർപ്പിച്ചതെന്ന് നമുക്ക് അത് ആകാംക്ഷയോടെ ഒന്ന് കണ്ടറിയണം. കാരണം ഈ കിരീടം സമർപ്പിച്ച അന്ന് മുതൽ തുടങ്ങിയ വിവാദങ്ങളാണ്. ഒന്ന്, ആ കിരീടം മാതാവിൻ്റെ തലയിൽ നിന്ന് താഴെ പോകുന്ന സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് വന്ന സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്ന വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളുണ്ട്. കാരണം മണിപ്പൂരിൽ പള്ളികളും തകർത്ത്, അല്ലെങ്കിൽ പള്ളികളൊക്കെ തകർക്കപ്പെട്ടപ്പോൾ, സഹോദരിമാർ തെരുവിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ മിണ്ടാതിരുന്നവരാണ് ഇപ്പോൾ മാതാവിന് കിരീടം സമർപ്പിക്കാൻ വന്നത്. അത് മാതാവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് കിരീടം താഴെ വീണത് എന്നതടക്കമുള്ള ഒരുപാട് വിമർശനങ്ങൾ, പ്രതികരണങ്ങളൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് കണ്ടതാണ്. പിന്നീട് ആ കിരീടം തട്ടിയിട്ടത് കൈരളിയുടെ, ഞങ്ങളുടെ ക്യാമറാമാനാണ് തരത്തിൽ സംഘപരിവാറിൻ്റെ വിദ്വേഷ പ്രചരണം വരുന്നു, അത് പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ കിരീടം സമർപ്പിച്ച അന്ന് മുതൽ വിവാദങ്ങളുടെ തുടർച്ചയായിരുന്നു നമ്മൾ കണ്ടത്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മറ്റൊരു വിവാദം, ഇത് ചെമ്പ് പൂശിയതാണ്, ചെമ്പിൽ സ്വർണം പൂശിയതാണ് എന്ന തരത്തിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരിക തന്നെ വേണം. വിവരങ്ങളാണ് തിയോഫിൻ നമുക്ക് നൽകിയത്.